ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, അതായത് നമുക്കറിയാം ഒരു ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ് ഹൈഡ്രോ കാർബൺ കോമ്പൗണ്ട്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടാവും, ഹൈഡ്രജനും ഉണ്ടാവും, കൂടാതെ നൈട്രജൻ ഉണ്ടാവും, ഓക്സിജൻ ഉണ്ടാവാം, ഹാലജൻസ് ഉണ്ടാവാം, ഫോസ്ഫറസ് ഉണ്ടാവാം, സൾഫർ ഉണ്ടാവാം, അങ്ങനെ കുറേ എലമെന്റ്സും കൂടെ അധികമായിട്ട് ഉണ്ടാവും അല്ലേ. ദെൻ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജനെയോ കാർബണും ഹൈഡ്രജനെ അല്ലെങ്കിൽ കാർബൺ ഹൈഡ്രജൻ കൂടാതെ വരുന്ന മറ്റ് എലമെന്റ്സിനെയൊക്കെ എങ്ങനെ നമ്മൾ അനലൈസ് ചെയ്യും, അതാണ് നമുക്ക് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അതായത് നമുക്കിപ്പോൾ ഇവിടെ ഫോക്കസ് ഏരിയയിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒരു ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബണിൻ്റെ പ്രസൻസ്, ഹൈഡ്രജൻ്റെ പ്രസൻസ്, അതേപോലെ നൈട്രജൻ്റെ പ്രസൻസ്, ഇത് മൂന്നും എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, അതാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ എന്താ, എത്രത്തോളം ഉണ്ട് അല്ലേ, എത്ര പെർസെൻറ്റേജ് കാർബണും ഹൈഡ്രജനും ആ കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്നു, ബാക്കിയുള്ളതിനെ നമുക്ക് പഠിക്കാൻ കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജനും ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് നൈട്രജൻ, ഇത് മൂന്നുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണ് ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് നടത്തുക. ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ട്, നമ്മളിപ്പോൾ അതൊരു ലാബിൽ ചെയ്യുന്ന പോലെ നമ്മളത് നോക്കാം. നമുക്കൊരു കോമ്പൗണ്ട് തന്നിരിക്കുക അല്ലേ, ആ കോമ്പൗണ്ട് ഓർഗാനിക് ആണോ അങ്ങനെ നമുക്കറിയില്ല, നമുക്കൊരു കോമ്പൗണ്ട് തന്നിരിക്കാം. ആ കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടോ ഹൈഡ്രജൻ ഉണ്ടോ, ഇത് നമ്മൾ അനലൈസ് ചെയ്യണം. അതാണ് നമ്മുടെ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതിന് നമ്മൾ എങ്ങനെ ചെയ്യും, ആദ്യം നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കാം. ഓക്കെ, ആ ടെസ്റ്റ് ട്യൂബിലേക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഇട്ടു അല്ലേ. അതിനുശേഷം അതിലേക്ക് ഞാൻ ഈ ടെസ്റ്റ് ചെയ്യാനുള്ള നമുക്കൊരു റിയേജന്റ് ഉണ്ടാവല്ലോ, ആ റിയേജന്റ് ആഡ് ചെയ്യാൻ പോവാം. നമ്മളിവിടെ എടുക്കുന്ന റിയേജന്റ് കോപ്പർ ഓക്സൈഡ് ആണ്, CuO. ഓക്കെ, കോപ്പർ ഓക്സൈഡ് ഞാൻ അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ അവിടെ എന്ത് നടക്കും, റിയാക്ഷൻ നടക്കും ആണല്ലോ. ഓക്കെ, ഇനി ആ കോമ്പൗണ്ടിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആ കോമ്പൗണ്ടിലേക്ക് ഞാൻ കോപ്പർ ഓക്സൈഡ് ഇട്ട് കഴിയുമ്പം അതിനകത്ത് ആ ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ ആ കാർബൺ ഡയോക്സൈഡ് ആയിട്ടും ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ വാട്ടർ ആയിട്ടും മാറും. ഓക്കെ, ആ തന്നിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ടെങ്കിൽ കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ എന്തായിട്ട് മാറും, കാർബൺ ഡയോക്സൈഡ് ആയിട്ട് മാറും. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ കോപ്പർ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ട് മാറും. ഞാൻ റിയാക്ഷൻ ഇവിടെ എഴുതാം, കാർബൺ പ്ലസ് 2CuO. ഓക്കെ, കാർബണും CuO, കാർബൺ അവിടെ ഉണ്ടെങ്കിൽ CuOയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും, കാർബൺ. 2Cu പ്ലസ് Cu2 കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, ഇനി ഹൈഡ്രജൻ ആ കോമ്പൗണ്ടിൽ ഉണ്ടെങ്കിൽ, നമ്മൾ എടുത്തിരുന്ന ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എടുത്ത കോമ്പൗണ്ടിൽ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ഹൈഡ്രജൻ ഈ CuOയുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്തായിട്ട് മാറും, വാട്ടർ ആയിട്ട് മാറും. 2H പ്ലസ് CuO gives H2O പ്ലസ് Cu. ഓക്കെ, വാട്ടർ ആയിട്ട് മാറി. അപ്പം കാർബൺ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി, കാർബൺ ഡയോക്സൈഡ് ആയിട്ടും, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറി, വാട്ടർ ആയിട്ട് മാറി. ഇനി ഇത് മാറിയോ എന്ന് നമുക്കറിയണ്ടേ, അതായത് നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ആണ് അല്ലേ, അത് ആ ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. അതേപോലെ വാട്ടർ എന്ന് പറയുന്നത് എന്താ, ഇങ്ങനെ ചിലപ്പോൾ മോയ്സ്ചർ ആയിട്ടായിരിക്കും, ചിലപ്പോൾ സ്റ്റീം ആയിട്ടായിരിക്കും, അതും അതിനകത്തുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. അതിനുവേണ്ടി നമ്മൾ നെക്സ്റ്റ് ടെസ്റ്റ് ചെയ്യുവാണേ. എന്താണെന്ന് വെച്ചാൽ കാർബൺ ഡയോക്സൈഡ് ആ ടെസ്റ്റ് ട്യൂബിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ആ ടെസ്റ്റ് ട്യൂബിലേക്ക്, ഓക്കെ, അല്ലെങ്കിൽ ആ ടെസ്റ്റ് ട്യൂബ് നമ്മൾ എസ് ബ്ലോക്ക് ഇലമെന്റ്സ് പഠിച്ചല്ലോ, ലൈം വാട്ടറിലേക്ക് കാർബൺ ഡയോക്സൈഡ് കടത്തി വിടുമ്പം അതെന്തായി മാറും, മിൽക്കി അപ്പിയറൻസ് ആയി മാറും എന്ന് പറഞ്ഞാൽ, അതായത് കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ നമ്മൾ ഊതുമ്പം ഞാൻ പറഞ്ഞില്ലേ, അതായത് എന്താ പറയുക, തെളിഞ്ഞു കിടക്കുന്ന ലൈം വാട്ടറിലേക്ക്, നമ്മൾ കളർലെസ് ലൈം വാട്ടറിലേക്ക് നമ്മൾ ശക്തിയായിട്ട് ഊതുമ്പോൾ എന്ത് വരും, കാർബൺ ഡയോക്സൈഡ് കടന്നു. അപ്പോൾ അതെന്താവും, ആ ലൈം വാട്ടർ എന്തായിട്ട് മാറും, ഒരു പാലിൻ്റെ കളർ അല്ലെ, ഒരു മിൽക്കി അപ്പിയറൻസ് ആയിട്ട് മാറും. അവിടെ എന്ത് ഫോം ചെയ്യും, കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യും. അതേ ടെസ്റ്റ് നമുക്ക് ഇവിടുത്തെ കാർബൺ ഡയോക്സൈഡിൻ്റെ പ്രസൻസും നോക്കത്തില്ലേ, ആ ടെസ്റ്റ് വെച്ചിട്ട് എങ്ങനെയാണ്, നമ്മളൊരു പാത്രത്തിൽ ഒരു ബീക്കറിൽ
കുറച്ച് ലൈം വാട്ടർ എടുക്കുന്നു. ഓക്കെ, നല്ല തെളിഞ്ഞ് കിടക്കുന്ന ലൈം വാട്ടർ എടുക്കുന്നു. ലൈം വാട്ടർ മീൻസ് കാൽസ്യം ഹൈഡ്രോക്സൈഡ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഞാൻ എടുക്കുന്നു. അതിലേക്ക് എന്ത് ചെയ്യുന്നു, ഞാൻ ഈ ടെസ്റ്റ് ട്യൂബ് കൊണ്ടുപോയിട്ട് അതിൻ്റെ ആ ഭാഗമില്ലേ അത് ആ ബീക്കറിലേക്ക് ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും, പുറത്തേക്ക് ഇങ്ങനെ പോകും അല്ലേ, ഫ്ലോ ചെയ്യും. അങ്ങനെ ഈ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്ലോ ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും, ആ തെളിഞ്ഞു കിടക്കുന്ന ആ കാൽസ്യം ഹൈഡ്രോക്സൈഡ് മിൽക്കി അപ്പിയറൻസ് ആയിട്ട് മാറും അല്ലേ, അതായത് കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറും. അങ്ങനെ മാറിയാൽ നമുക്ക് ഉറപ്പിക്കാൻ എന്താ, നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ കാർബൺ ഉണ്ട്. ആ കാർബൺ ഈ CuOയുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡിലേക്ക് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷൻ പിടിച്ചപ്പം അതെന്തായി മാറിയത്, കാൽസ്യം കാർബണേറ്റ് ആയിട്ട് മാറിയത് അല്ലേ. CaCO3 + H2O ഉണ്ട്, അങ്ങനെ CaCO3 ആയിട്ട് അവിടെ മാറി. അങ്ങനെ ഞാൻ കാർബൺ ഉണ്ടോ എന്ന് ക്വാളിറ്റേറ്റീവ്ലി അനലൈസ് ചെയ്തത്. കാർബൺ ഉണ്ടോ എന്ന് ഞാൻ ഈ ടെസ്റ്റും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പം ഉറപ്പിച്ചു അല്ലേ. ആദ്യം CO ഇട്ടു, അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായോ ഇല്ലയോ എന്ന് നോക്കാൻ വേണ്ടി ഈ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് കാൽസ്യം കാർബണേറ്റ് ആയി മാറിയില്ല. അതായത് തെളിഞ്ഞു കിടക്കുന്ന ആ വെള്ളം ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പാർട്ട് കാണിച്ചപ്പോൾ പാൽ കളർ മിൽക്കി അപ്പിയറൻസ് വന്നെങ്കിൽ ഉറപ്പിക്കാം അവിടെ കാർബൺ ഉണ്ട്. ആ കാർബൺ എന്തായി മാറിയിട്ടുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് എന്താ ഞാൻ നോക്കട്ടെ, ഹൈഡ്രജൻ ഉണ്ടോ. ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എന്തായി മാറിയിട്ടുണ്ടാവും, വാട്ടറായി മാറിയിട്ടുണ്ടാവും അല്ലേ. ഇനി അവിടെ വാട്ടർ ഉണ്ടോ എന്ന് ഞാൻ അനലൈസ് ചെയ്യണം. അതെങ്ങനെ അനലൈസ് ചെയ്യാം, അതിനു വേണ്ടി ഞാൻ എടുക്കുന്ന ഒരു റിയാക്റ്റൻ്റ് ആണ് കോപ്പർ സൾഫേറ്റ്. കോപ്പർ സൾഫേറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, തുരിശിൻ്റെ രാസനാമമാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ തുരിശ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്താ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ബ്ലൂ കളർ. പക്ഷെ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ ബ്ലൂ കളർ അല്ല, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിൻ്റെ കളറാണ് ബ്ലൂ കളർ. വെറും കോപ്പർ സൾഫേറ്റ് അതായത് CuSO4 അൺഹൈഡ്രേസ് ആണെങ്കിൽ, വാട്ടർ കണ്ടന്റ് ഒട്ടും ഇല്ലാത്ത കോപ്പർ സൾഫേറ്റ് ആണെങ്കിൽ അതിന് കളറൊന്നുമില്ല. നമ്മുടെ കൽക്കണ്ടമൊക്കെ പോലെ കളറൊന്നും ഇല്ലാതിരിക്കും. അതിലേക്ക് വാട്ടർ കണ്ടന്റ് വരുമ്പോൾ, അതായത് അതിങ്ങനെ നമ്മൾ വെറുതെ തുറന്നൊക്കെ വെച്ചാൽ എന്ത് ചെയ്യും, അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറുമായിട്ട് അത് റിയാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ കളർ മാറി എന്താവും, ബ്ലൂ കളറാവും. അപ്പോൾ ശരിക്കും കോപ്പർ സൾഫേറ്റിന് കളറില്ല, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റിനാണ് ബ്ലൂ കളർ അല്ലേ. അപ്പോൾ നമ്മൾ കളർലെസ് ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് വരും, ഒട്ടും കളറൊന്നും ഇല്ലാത്ത കോപ്പർ സൾഫേറ്റ്. ഓക്കെ, അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എടുത്തിട്ട് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതേപോലെ ഈ ടെസ്റ്റ് ട്യൂബിലേക്ക് ഞാൻ കുറച്ചിങ്ങനെ ഇട്ട് നോക്കുക. ഓക്കെ, ടെസ്റ്റ് ട്യൂബിലേക്ക് ഇട്ട് നോക്കും. അല്ലെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റ് കോപ്പർ സൾഫേറ്റിലേക്ക് ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷൻ ഇങ്ങനെ കൊണ്ടുവരും. ആ മൗത്ത് പോർഷന് ഞാൻ കോപ്പർ സൾഫേറ്റ് ഇങ്ങനെ പിടിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ ആ ഹൈഡ്രജൻ എന്തായി മാറിയിട്ടുണ്ടാവും, വാട്ടറായി മാറിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ വാട്ടറിലേക്ക് ഞാൻ കളർലെസ് കോപ്പർ സൾഫേറ്റ് കൊണ്ടുവച്ചപ്പം എന്ത് ചെയ്യും, ഈ കോപ്പർ സൾഫേറ്റ് ഈ വാട്ടറിനെ അബ്സോർബ് ചെയ്യും. കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യും, വാട്ടറിനെ അബ്സോർബ് ചെയ്യും. അബ്സോർബ് ചെയ്ത് കഴിയുമ്പം എന്താവും, ഈ ഡീഹൈഡ്രേറ്റഡ് അൺഹൈഡ്രസ് കോപ്പർ സൾഫേറ്റ് എന്തായി മാറും, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആയി മാറും. CuSO4 5H2O ബ്ലൂ കളർ. ഓക്കെ, ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആയി മാറും. അപ്പം ഞാൻ കളർലെസ്, ഇതിവിടെ കളർലെസ് ആയിരിക്കും. കളർലെസ് കോപ്പർ സൾഫേറ്റ് ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിലേക്ക് ഇങ്ങനെ പിടിച്ചപ്പം ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ കോപ്പർ സൾഫേറ്റിൻ്റെ കളർ മാറിയിട്ട് അത് എന്തായിട്ടുണ്ടാവും, ബ്ലൂ കളർ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യത്തില്ലേ അതിനകത്ത് ഹൈഡ്രജൻ ഉണ്ടോ എന്ന്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ടെസ്റ്റുമാണ് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സിമ്പിളാണ്. കാർബൺ അനലൈസ് ചെയ്യണമെങ്കിൽ അതിലേക്ക് നമ്മൾ CuO ഇടുക, അപ്പോൾ അത് CO2 ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി CO2 അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി, കാരണം അതൊരു ഗ്യാസ് അവിടെ ഉണ്ടോ ഇല്ലയോ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു, അത് നമ്മൾ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ലൈം വാട്ടറിലേക്ക് കടത്തി വിടുമ്പോൾ അത് മിൽക്കി അപ്പിയറൻസ് ആകുന്നുണ്ടെങ്കിൽ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ കാർബൺ ഉണ്ട്. ഇനി ഹൈഡ്രജൻ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാനും ഇതേപോലെ CuO ഇട്ട് കൊടുക്കുക. അപ്പം ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അത് എന്തായി മാറിയിട്ടുണ്ടാവും, വാട്ടറായിട്ട് മാറിയിട്ടുണ്ടാവും. ഇനി വാട്ടർ അവിടെ ഫോം ചെയ്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി,
ഹൈഡ്രേറ്റഡ് അല്ലാത്ത, ഓക്കെ, വാട്ടർ മോളിക്യൂളൊന്നും ഇല്ലാത്ത വെറും കളർലെസ് കോപ്പർ സൾഫേറ്റ് എടുക്കുക, ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് പോർഷനിൽ പിടിക്കുക. അപ്പോൾ അവിടെ വാട്ടർ ഉണ്ടെങ്കിൽ അതുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അത് ബ്ലൂ കളർ ഹൈഡ്രേറ്റഡ് കോപ്പർ സൾഫേറ്റ് ആയിട്ട് മാറും. അങ്ങനെ നമ്മൾ ക്വാളിറ്റേറ്റീവ്ലി ഹൈഡ്രജനും കാർബണും ഉണ്ടോ എന്ന് അനലൈസ് ചെയ്തു അല്ലേ. ഇനി നമുക്ക് നെക്സ്റ്റ് അനലൈസ് ചെയ്യാനുള്ളത് പ്രസൻസ് ഓഫ് നൈട്രജൻ. ആ കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ടോ എന്നാണ് നമുക്ക് നെക്സ്റ്റ് അനലൈസ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡിറ്റക്ഷൻ ഓഫ് നൈട്രജൻ ആണ്. അതായത് ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് നൈട്രജൻ. നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എന്തുണ്ടോ എന്ന് നോക്കണം, നൈട്രജൻ ഉണ്ടോ എന്ന് നോക്കണം അല്ലേ. അത് അനലൈസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ പേരാണ് ലസൈനസ് ടെസ്റ്റ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് ലസൈനസ് ടെസ്റ്റ്. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് ഒരു ഫ്യൂഷൻ ട്യൂബാണ്. ഫ്യൂഷൻ ട്യൂബ്, നമ്മുടെ ടെസ്റ്റ് ട്യൂബ് എന്ന് പറയുമ്പോൾ ഇത് ഇത്രയും ലെങ്ത് കാണുമല്ലോ, പക്ഷെ അങ്ങനത്തെ അല്ല, വളരെ ചെറുതായിരിക്കും, ഒരു ഇത്രയും ലെങ്തേ ഉണ്ടാവുള്ളൂ. ടെസ്റ്റ് ട്യൂബിന് അത്ര വീതിയൊന്നും ഉണ്ടാവില്ല, അത്രയും കട്ടിയൊന്നും ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് പൊട്ടിക്കാനൊക്കെ പറ്റുന്ന പോലത്തെ ഒരു ട്യൂബാണ് ഇഗ്നിഷൻ ട്യൂബ് അല്ലെങ്കിൽ ഫ്യൂഷൻ ട്യൂബ് എന്ന് പറയും. ആ ട്യൂബ് നമ്മൾ എടുക്കുക, ചെറിയ ട്യൂബ് എടുക്കുക. അതിലേക്ക് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് ഉണ്ടല്ലോ, നമുക്ക് നൈട്രജൻ ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ തന്നിരിക്കുന്ന ആ കോമ്പൗണ്ട് കുറച്ചിടുക. അതിനുശേഷം അതിലേക്ക് സോഡിയം മെറ്റാലിക് സോഡിയം കുറച്ചിടുക. എന്നിട്ട് അതിനെന്ത് ചെയ്യാം, ഇതൊരു ഇഗ്നിഷൻ ട്യൂബാണെന്ന് വിചാരിക്കുക, ഒരു ഫ്യൂഷൻ ട്യൂബാണെന്ന് വിചാരിക്കുക. ഫ്യൂഷൻ ട്യൂബ് ചെറുതാണ്, അത് എടുക്കുക. അതിലേക്ക് നമ്മുടെ കോമ്പൗണ്ട് ഇട്ടു, സോഡിയം മെറ്റൽ ഇട്ടു, എന്നിട്ടൊരു ഹോൾഡർ വെച്ച് അത് ഹോൾഡ് ചെയ്തു. എന്നിട്ടത് ഹീറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ തീയുടെ മുകളിൽ കൊണ്ടുവച്ച് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുമ്പോൾ കുറേ സമയം ഒന്ന് ഹീറ്റ് ചെയ്യണ്ട കേട്ടോ, വളരെ കുറച്ച് സമയം ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ നമ്മൾ ഷെയ്ക്ക് ചെയ്ത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അടിഭാഗം ഇങ്ങനെ റെഡ് കളറായിട്ട് വരും, റെഡ് ഹോട്ടായിട്ട് വരും. ഓക്കെ, അങ്ങനെ റെഡ് കളറായിട്ട് വന്നു കഴിയുമ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു നമ്മളെ പ്രാക്ടിക്കൽ ലാബിലൊക്കെ ഉണ്ടാവും ചൈന ഡിഷ് എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടാവും, കുറച്ച് വെള്ളം. ആ വെള്ളത്തിലേക്ക്, അല്ലെങ്കിൽ ചൈന ഡിഷ് അല്ലെങ്കിൽ ബീക്കറിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടാവും, അതിനകത്തേക്ക് ഈ ഫ്യൂഷൻ ട്യൂബ് ഇടണം. ഓക്കെ, അപ്പോൾ ഞാനിതിങ്ങനെ ഹീറ്റ് ചെയ്യുന്നു, ഹോൾഡർ വെച്ച് ഞാൻ ഇങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ അതിനടിഭാഗം ഇങ്ങനെ റെഡ് ഹോട്ടായിട്ട് ഒന്ന് ചുമന്ന് വന്നു. അങ്ങനെ വന്ന് കുറേ സമയം പിന്നെയും പിടിച്ചത് പൊട്ടിപ്പോവും. അപ്പോൾ കുറച്ച് സമയം ഞാൻ വെച്ചു, റെഡ് ഹോട്ടായി വന്ന ഉടനെ ഞാനിവിടെ ബീക്കറും വെള്ളവും എടുത്ത് വെച്ചിരിക്കുക. അതിനകത്തേക്ക് ഞാനിത് ഇട്ടിട്ട് ഞാനത് നന്നായിട്ട് ഒരു ഗ്ലാസ് ട്യൂബ് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് പൊടിച്ച് ചേർത്തു. ഓക്കെ, പ്ലഞ്ചിങ് ചെയ്യാമെന്ന് നമ്മൾ അതിന് പറയുക. ഈ ഫ്യൂഷൻ ട്യൂബ് എടുത്ത് വാട്ടറിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എന്ത് ചെയ്തു, ഈ ട്യൂബും ഈ ഗ്ലാസ് ട്യൂബും അതിനകത്തുള്ള കണ്ടന്റും എന്ത് ചെയ്തു, ഞാൻ ആ വാട്ടറിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർത്തു. ഡിസോൾവ് ആയി പോകുമൊന്നുമില്ല കേട്ടോ, പക്ഷെ അത് മൊത്തം അതിൽ മിക്സ് ചെയ്തു നന്നായിട്ട്. എന്നിട്ട് ഞാൻ സ്റ്റിർ ചെയ്തു, ഇളക്കി കൊടുത്തു, മൊത്തം പൊടിച്ച് ആ ടെസ്റ്റ് ട്യൂബിലുള്ള അതിനകത്തുള്ള എല്ലാ കണ്ടന്റും ആ വാട്ടറിൽ എന്ത് ചെയ്തു, ഡിസോൾവ് ചെയ്തെടുത്തു. ഓക്കെ, എന്നിട്ട് ഞാനത് ഫിൽറ്റർ ചെയ്തു. ഒരു ഫിൽറ്റർ പേപ്പർ, ഒരു ഫണലെടുത്ത് അതിൽ ഫിൽറ്റർ പേപ്പറൊക്കെ വെച്ച് ഞാൻ ഫിൽറ്റർ ചെയ്തെടുത്ത് കഴിയുമ്പോൾ എനിക്ക് അടിയിൽ ഒരു സൊല്യൂഷൻ കിട്ടുമല്ലോ, ഒരു ഫിൽട്രേറ്റ് സൊല്യൂഷൻ കിട്ടുമല്ലോ. ആ സൊല്യൂഷനാണ് ഇനി എനിക്ക് വേണ്ടുന്നത് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാൻ വേണ്ടി. ആ കിട്ടിയ ഫിൽട്രേറ്റ് സൊല്യൂഷനെ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എന്ന് പറയും. ഓക്കെ, എന്താ പറയുക, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. അപ്പം ലസൈനസ് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, മേക്കിംഗ് ഓഫ് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്. ഫസ്റ്റ് സ്റ്റെപ്പിൽ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കണം. ഇത് നൈട്രജന് മാത്രമുള്ള ടെസ്റ്റ് അല്ല കേട്ടോ, നൈട്രജൻ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഹാലജൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഫോസ്ഫറസ് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്ക് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വേണം. ഓക്കെ, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് വേണം. ഇതിന് ടെസ്റ്റ് ഫോർ നൈട്രജൻ ഹീറ്റിലേക്ക് നമുക്ക് നൈട്രജൻ്റെ ടെസ്റ്റ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തിട്ട് നൈട്രജൻ്റെ പ്രോസസ്സ് ചെയ്യാം. ഓക്കെ, ഹാലജന് വേറെ ഡിഫറെൻറ്റ് റിയാക്ഷനാണ്, ഫോസ്ഫറസിന് വേറെ ഡിഫറെൻറ്റ് റിയാക്ഷനാണ്. നമുക്ക് നൈട്രജൻ്റെ മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് അത് നോക്കാം. അപ്പോൾ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കാൻ മനസ്സിലായല്ലോ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അത് കഴിഞ്ഞ് ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കടന്നാൽ നമുക്ക് നൈട്രജൻ്റെ ഡിറ്റക്ഷനിലേക്ക് പോകാൻ പറ്റും. ദെൻ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് കിട്ടി. ഇനി എന്ത് ചെയ്യാം, ഞാൻ സാധാരണ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കും, അതിലേക്ക് ഈ എക്സ്ട്രാക്റ്റ് കുറച്ച് ഒഴിക്കും. ഓക്കെ, ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് കുറച്ച് ഒഴിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇവിടെ ഇപ്പോൾ ഈ ടെസ്റ്റ് നടത്തി കഴിഞ്ഞു, സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, അതിനകത്ത് ഓൾറെഡി എന്തുണ്ടാവും, ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ ഓൾറെഡി എന്തുണ്ടാവും, കാർബൺ ഉണ്ടാവും അല്ലേ. ഓക്കെ, ഞാൻ അതിലേക്ക് സോഡിയം മെറ്റൽ ഇട്ടു. അപ്പോൾ സോഡിയം, പിന്നെ
ഇതിൽ നൈട്രജൻ ഉണ്ടെങ്കിൽ അല്ലേ, നൈട്രജൻ ഉണ്ടോ എന്ന് നമുക്ക് നോക്കണേ. നൈട്രജനും ഉണ്ടെങ്കിൽ ആ നൈട്രജനും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്തിട്ടുണ്ടാവും? അതിൽ ഓൾറെഡി ഉള്ള കാർബൺ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത സോഡിയം, അതിനകത്ത് നൈട്രജൻ ഉണ്ടെങ്കിൽ ആ നൈട്രജൻ സോഡിയവും കാർബണും നൈട്രജനും കൂടെ കമ്പൈൻ ചെയ്ത് അവിടെ സോഡിയം സയനൈഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. NaCN സോഡിയം സയനൈഡ് ഫോം ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതായത് ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റിൽ NaCN ഉണ്ടാകും. ഇനി എന്ത് ചെയ്യാം, ഞാൻ ആ ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് കുറച്ചൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് എടുക്കുന്നു. അതിലേക്ക് ഞാൻ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. ഓക്കെ, എന്താ ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ അതിലേക്ക് ഞാൻ ടെസ്റ്റ് ട്യൂബിലേക്ക് തന്നെ ഈ സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ് എടുത്തു. അതിലേക്ക് ഞാൻ കുറച്ച് ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ആഡ് ചെയ്തു. അതിനുശേഷം ഞാൻ അതിലേക്ക് കുറച്ച് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്തു. ഓക്കെ, ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ മൂന്നും, അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്, ഫെറസ് സൾഫേറ്റ് ആൻഡ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, ഇത് മൂന്നും ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പം അതൊരു പ്രഷ്യൻ ബ്ലൂ കളർ സൊല്യൂഷനായി മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്തുണ്ട് അതിനകത്ത്, നൈട്രജൻ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റ്, അതിലേക്ക് ഞാൻ കുറച്ച് ഫെറസ് സൾഫേറ്റ് ആഡ് ചെയ്യുന്നു. ദെൻ അതിലേക്ക് ഞാൻ കുറച്ച് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ, ഒന്ന് ജസ്റ്റ് ഹീറ്റ് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് ഒരു പ്രഷ്യൻ ബ്ലൂ കളർ, ഓക്കെ, കറക്റ്റ് ഇങ്ങനെ ബ്ലൂ അല്ല, ഒരു വേറൊരു ലൈറ്റ് ബ്ലൂ പോലത്തെ ഒരു പ്രഷ്യൻ ബ്ലൂ കളർ ഫോം ചെയ്യും. ആ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഫെറോ സയനൈഡ് സൊല്യൂഷൻ. ആ സൊല്യൂഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രഷ്യൻ ബ്ലൂ കളറിലുള്ള ഫെറിക് ഫെറോ സയനൈഡ് എന്ന് പറഞ്ഞ സൊല്യൂഷൻ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് പാസ്സായി, നൈട്രജൻ ഉണ്ട് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇനി പ്രഷ്യൻ ബ്ലൂ കളർ കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ, ആ കോമ്പൗണ്ടിൽ നൈട്രജൻ ഇല്ല എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, ഞാൻ അതിൻ്റെയും കൂടി ഇക്വേഷൻ ഇവിടെ എഴുതാം. സോഡിയം സയനൈഡ്, അതായത് ബാലൻസ്ഡ് ഇക്വേഷന് 6NaCN പ്ലസ് ഞാൻ എന്താ അതിലേക്ക് ആഡ് ചെയ്യുന്ന ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ FeSO4. ഓക്കെ, ഫെറസ് സൾഫേറ്റ് സൊല്യൂഷൻ ഞാൻ ആഡ് ചെയ്ത് കഴിയുമ്പം Na4FeCN6 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. ഓക്കെ, ദെൻ അതിലേക്ക് ഞാൻ എന്ത് ചെയ്യും, കുറച്ച് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ആസിഡിഫിക്കേഷൻ ആണ്, ആസിഡിഫൈ വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്, അതും കൂടെ ആഡ് ചെയ്യും. അന്നേരം നമ്മുടെ അവിടെ ഓൾറെഡി ഫോം ചെയ്തിരിക്കുന്ന Na4FeCN6 ഈ കോമ്പൗണ്ട് ഞാൻ ഈ FeSO4 ഇവിടെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, FeSO4 ഈ FeSO4 ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. ഓക്കെ, ഞാൻ സൾഫ്യൂരിക് ആസിഡ് കൂടെ ആഡ് ചെയ്യുമല്ലോ. അപ്പോൾ Feക്ക് അയണിന് ഓക്സിഡേഷൻ സംഭവിക്കുകയെന്ന് പറഞ്ഞാൽ +2 ഓക്സിഡേഷൻ നമ്പർ +3 ആയി മാറി. എന്നിട്ട് Fe2SO4 ത്രൈസ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യും. ഇത് തമ്മിൽ റിയാക്ട് ചെയ്ത് കഴിയുമ്പം നമ്മുടെ പ്രൊഡക്റ്റ് കിട്ടും, നമ്മുടെ പ്രഷ്യൻ ബ്ലൂ കളേർഡ് ഫെറിക് ഫെറോ സയനൈഡ് കിട്ടും. അതായത് Fe4FeCN6 ത്രൈസ് എന്ന് പറയുന്ന കോമ്പൗണ്ട് നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ പ്രഷ്യൻ ബ്ലൂ കളേർഡ് ഫെറിക് ഫെറോ സയനൈഡ്. ഈ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ എന്തുണ്ട്, നൈട്രജൻ ഉണ്ട്. ഇനി ഈ ബ്ലൂ കളർ പ്രൊഡക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ എന്നും പറയാം, ആ പ്രൊഡക്റ്റിൽ നൈട്രജൻ ഇല്ല എന്നും പറയാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് കാർബണിൻ്റെ, ഹൈഡ്രജൻ്റെ, നൈട്രജൻ്റെ നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. ഓക്കെ, നെക്സ്റ്റ് അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അപ്പാരറ്റസ് എടുക്കുകയാണ്, ഒരു ഗ്ലാസ് ട്യൂബ്. ഓക്കെ, ഒരു ഗ്ലാസ് ട്യൂബ് ഞാൻ എടുക്കുകയാണ്. ഒരു ഗ്ലാസ് ട്യൂബ് ഞാൻ എടുക്കുന്നു. അതിന് 2 യു ഷേപ്പ്ഡ് ബൾബുകളുണ്ട്. 2 യു ഷേപ്പ്ഡ് ബൾബുകളുണ്ട്. ഇങ്ങനെ 2 യു ഷേപ്പ്ഡ് ബൾബുകളുണ്ട്. ഓക്കെ, ഇതിൽ ഈ ഫസ്റ്റ് കാണുന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തു. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട് മാത്രമല്ല, നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ കാർബണോ ഹൈഡ്രജനോ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട് എടുത്ത് അതിലേക്ക് CuO2 എന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് നമ്മൾ അതിനെ എടുത്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്തല്ലേ. അതിൻ്റെ ബാക്കിയുള്ള ഓർഗാനിക് കോമ്പൗണ്ട് എടുക്കുക, അതിലേക്ക് എന്ത് ചെയ്യാം,
കുറച്ച് CuOയും കൂടെ ഇടുക. രണ്ടും കൂടെ മിക്സ് ചെയ്തത് നമ്മളിവിടെ എടുക്കുക. എന്തൊക്കെയാ? നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടും OC പ്ലസ് CuOയും ഇത് രണ്ടും കൂടെ ഞാൻ ഇതിലേക്ക് എടുത്തു. അതായത് അത് മെഷർ ചെയ്തിട്ട് എടുക്കുന്നത്. ഇപ്പോൾ എത്ര ഗ്രാം? ഇപ്പോൾ 1 ഗ്രാം ആണെങ്കിൽ 1 ഗ്രാം കോമ്പൗണ്ടും CuOയും കൂടെ ഞാൻ ഇതിലേക്ക് മിക്സ് ചെയ്ത് എടുത്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ് നടത്തുന്നത്. അതായത് എന്താ, എത്രത്തോളം കാർബണും ഹൈഡ്രജനും ഈ കോമ്പൗണ്ടിലുണ്ട്. കാർബണും ഹൈഡ്രജനും ഉണ്ടോ എന്ന് ഞാൻ മുമ്പ് ടെസ്റ്റ് ചെയ്ത് നോക്കി അല്ലേ. CO ഇട്ടപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും വന്നപ്പോൾ അതുണ്ടെന്ന് മനസ്സിലായി. ഇനി അത് എത്രത്തോളം ഉണ്ട്, അതായത് 1 ഗ്രാമിൽ എത്രത്തോളം ഉണ്ട്, അങ്ങനെ നമ്മൾ മെഷർ ചെയ്തു. അങ്ങനെ ഞാനൊരു പ്രിഫേർഡ് വെയിറ്റ് എത്രയാണോ വെയിറ്റ് അത്രയും ഞാനിവിടെ എടുത്തു. അതിലുള്ള പെർസെൻറ്റേജ് ഓഫ് കാർബണും ഹൈഡ്രജനാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഓർഗാനിക് കോമ്പൗണ്ടിലേക്ക് CuO എടുത്തിട്ട് ഈ ഒരു പോർഷനിൽ വെച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് റിയാക്ട് ചെയ്യും. ഓൾറെഡി റിയാക്ട് ചെയ്യും. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും അല്ലേ. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യും. ഈ ട്യൂബൊക്കെ നമ്മൾ ഓൾറെഡി വെയിറ്റ് ഒക്കെ എടുത്ത് വെച്ചിരിക്കുമായിരിക്കും. ഇതിൽ വേറെ ഒട്ടും കാർബൺ ഡൈ ഓക്സൈഡോ വാട്ടറോ കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അതിലേക്ക് ഇത് എടുത്ത് കഴിയുമ്പോഴായിരിക്കും അവിടെ റിയാക്ഷൻ നടന്ന് ഈ ട്യൂബിനകത്ത് എന്തുണ്ടാവുക? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫോം ചെയ്യുന്നത്. ഇനി ഇവിടെ 2 യു ഷേപ്പ് ബൾബുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇതിൽ ഫസ്റ്റ് ബൾബിൽ ഞാൻ കാൽസ്യം ക്ലോറൈഡ് എടുക്കും. എന്താ എടുക്കുന്നത്? കാൽസ്യം ക്ലോറൈഡ്. ഓക്കെ, കാൽസ്യം ക്ലോറൈഡ് എടുക്കും, CaCl. രണ്ടാമത്തെ ബൾബിൽ ഞാൻ കോൺസെൻട്രേറ്റഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എടുക്കും, KOH. ഇതിൽ ഞാൻ KOH എടുക്കും. ഓക്കെ, ഒന്നാമത്തെ ബൾബിൽ ഞാൻ കാൽസ്യം ക്ലോറൈഡ് എടുക്കും. രണ്ടാമത്തെ ബൾബിൽ ഞാൻ എന്തെടുക്കും? KOH എടുക്കും. ഇവിടെ ഫോം ചെയ്യുന്ന ഈ ഓർഗാനിക് കോമ്പൗണ്ടും CuOയും തമ്മിൽ റിയാക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഇതിങ്ങനെ ഇതിലൂടെ പാസ് ചെയ്ത് വരുമ്പം നമ്മൾ ഈ ബൾബിൽ കിടക്കുന്ന കാൽസ്യം ക്ലോറൈഡ് എന്ത് ചെയ്യുന്നറിയോ? നമ്മുടെ വാട്ടറിനെ ഇതിലേക്ക് അങ്ങ് അബ്സോർബ് ചെയ്യും. എന്തിനെ അബ്സോർബ് ചെയ്യുന്നത്? വാട്ടറിനെ. നമ്മുടെ H2Oനെ മൊത്തത്തിൽ ഈ കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യും. ഓക്കെ, മൊത്തം വാട്ടർ കണ്ടന്റ് ഇവിടുന്ന് വരുന്ന ഫുൾ വാട്ടർ കണ്ടന്റിനെ കാൽസ്യം ക്ലോറൈഡ് അബ്സോർബ് ചെയ്യും. ബാക്കി പിന്നെ ഇവിടെ എന്തേ ഉള്ളൂ? കാർബൺ ഡൈ ഓക്സൈഡേ ഉള്ളൂ. ഓക്കെ, അതായത് ഈ ബൾബിന് ശേഷം ഇങ്ങോട്ട് കിടക്കുന്നത് ആര് മാത്രമായിരിക്കും? കാർബൺ ഡൈ ഓക്സൈഡ് മാത്രമായിരിക്കും. അങ്ങനെ ആ കാർബൺ ഡൈ ഓക്സൈഡ് കടന്ന് വരുമ്പം അതിനെ ആര് അബ്സോർബ് ചെയ്യും? നമ്മുടെ KOH സൊല്യൂഷൻ അബ്സോർബ് ചെയ്യും. അപ്പോൾ എല്ലാം തീർന്നേ. ഇവിടെ എടുത്തിരിക്കുന്ന അത്രയും ഓർഗാനിക് കോമ്പൗണ്ട് ഈ CuOയുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ CO2ഉം H2Oയും ഫോം ചെയ്യും. വാട്ടറിനെ കാൽസ്യം ക്ലോറൈഡും അബ്സോർബ് ചെയ്യും. കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മുടെ KOHും അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന കാൽസ്യം ക്ലോറൈഡ് 1 ഗ്രാം ആണെന്ന് വിചാരിക്കാം. എല്ലാം ഓൾറെഡി നമ്മൾ വെയിറ്റ് ഒക്കെ എടുത്തിരിക്കുമായിരിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആദ്യം എടുത്തത് 1 ഗ്രാം കാൽസ്യം ക്ലോറൈഡ് ആണെന്ന് വിചാരിക്കാം. ഈ കാൽസ്യം ക്ലോറൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഉള്ള കാൽസ്യം ക്ലോറൈഡിന്റെ വെയിറ്റും ഞാൻ മെഷർ ചെയ്ത് നോക്കും. അപ്പോൾ അതൊരു 1.2 ഗ്രാം ആണെന്ന് വിചാരിക്കുക. 1.2 ഗ്രാം, അതായത് CaCl2 പ്ലസ് H2O. കാൽസ്യം ക്ലോറൈഡ് വാട്ടറിനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ മെഷർ ചെയ്യുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണ്? 1.2 ഗ്രാം ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി അതിനുശേഷം എന്ത് ചെയ്യുന്നു? ഞാൻ KOHനെ നോക്കുകയാണെ. KOHും ആദ്യം ഞാനൊരു 1 ഗ്രാം ആണ് KOH എടുത്തതെന്ന് വിചാരിക്കാം. 1 ഗ്രാം KOH. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ മൊത്തം അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ ബാക്കി KOH എടുത്ത് മെഷർ ചെയ്തു. അപ്പോൾ അതിൻ്റെ തൂക്കം കൂടി, അത് 1.1 ഗ്രാം ആയെന്ന് വിചാരിക്കാം. KOH പ്ലസ് CO2 എത്രയായി? 1.1 ഗ്രാം ആണെന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്ക് എത്രത്തോളം ഗ്രാം കൂടി എന്ന് മനസ്സിലായല്ലോ. ആദ്യം ഞാൻ എടുത്ത 1 ഗ്രാം കാൽസ്യം ക്ലോറൈഡ് ആയിരുന്നു. ഇപ്പോൾ അത് എത്രയും 1.2 ഗ്രാം. അപ്പോൾ എത്ര? 0.2 ഗ്രാം വാട്ടർ വന്നു. ഇവിടെ ആദ്യം ഞാൻ 1 ഗ്രാം KOH ആയിരുന്നു എടുത്തത്. കാർബൺ ഡൈ ഓക്സൈഡിനെ മുഴുവൻ അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ 1.1 ഗ്രാം ഉണ്ട്. അതായത് 0.1 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിനെ ഇത് അബ്സോർബ് ചെയ്തു. എനിക്ക് എത്ര ഗ്രാം എന്നല്ല വേണ്ടത്, എത്ര പെർസെൻറ്റേജ് എന്നാണ് വേണ്ടത്. എത്ര പെർസെൻറ്റേജ് കാർബൺ ഉണ്ട്, എത്ര പെർസെൻറ്റേജ് ഹൈഡ്രജൻ ഉണ്ട് എന്ന് ഈ വെയിറ്റിൽ നിന്ന് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പോകും. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ആൻഡ് ഹൈഡ്രജൻ. അതിലൊരു ഇക്വേഷൻ ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഇക്വേഷൻ എഴുതാം. പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഈക്വൽ ടു കാർബൺ എത്ര പെർസെൻറ്റേജ് ഉണ്ടെന്ന് കാണാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ഇതാണ്. 12 into okay 12 into m2 into 100
divided by 44 into m. ഇതാണ് പെർസെൻറ്റേജ് ഓഫ് കാർബൺ കാണാനുള്ള ഇക്വേഷൻ. 12 into m2 into 100 divided by 44 into m. എന്താണ് 12 എന്ന് പറയുന്നത്? ആറ്റോമിക് മാസ് ഓഫ് കാർബൺ അല്ലേ? 12 എന്ന് പറയുന്ന ആറ്റോമിക് മാസ് ഓഫ് കാർബൺ ആണ്. നെക്സ്റ്റ് m2 എന്ന് പറയുന്നത് നമ്മളിവിടെ പെർസെൻറ്റേജ് ഓഫ് കാർബൺ അല്ലേ? അപ്പൊ ഇവിടെ കാർബൺ ഡയോക്സൈഡിനെ ആരാ അബ്സോർബ് ചെയ്ത? KOH അല്ലേ? അബ്സോർപ്ഷൻ മുഴുവൻ നടത്തി കഴിഞ്ഞാൽ 1 gram KOH ആയിരുന്നു. അത് കാർബൺ ഡയോക്സൈഡ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ മാസ് എത്രയായിരുന്നു? 1.1 gram ആയി എന്ന് പറഞ്ഞില്ലേ? അപ്പം ഫൈനൽ കിട്ടിയ മാസിൽ നിന്ന് നമ്മൾ ഇനീഷ്യൽ മാസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കാർബൺ ഡയോക്സൈഡിന്റെ മാസ് കിട്ടുമല്ലോ. അതാണ് m2. അതായത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞ ഈ 1.1 എന്നൊക്കെ ആ ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് എത്രയാ? 0.1 അല്ലേ? 1.1 ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ആ കാർബൺ ഡയോക്സൈഡിനെ മൊത്തം അബ്സോർബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന്റെ മാസ് 1.1. അപ്പൊ എത്രയാ കാർബൺ ഡയോക്സൈഡിന്റെ മാസ്? 0.1. അപ്പൊ m2 എന്ന് പറയുന്ന മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഞാൻ എഴുതാവേ. m2 മാസ് ഓഫ് CO2 ഓക്കെ, മാസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻറ്റു 100% ആ പറയുന്നത്. അപ്പൊ 100 ഡിവൈഡഡ് ബൈ 44 എന്താ? കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് അല്ലെ? കാർബണിന്റെ മാസ് 12, ഓക്സിജന്റെ മാസ് 16. അങ്ങനെ 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 16 into 2 32 plus 12 44. അങ്ങനെ കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ് ആണ് 44. ദെൻ m എന്ന് പറയുന്നത് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. അതായത് ഞാൻ പറഞ്ഞില്ല ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് ഇത്ര വെയിറ്റ് ഓർഗാനിക് കോമ്പൗണ്ട് എടുത്തിരിക്കുന്നത്. ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ മാസ് ആണ് മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, ഓർഗാനിക് കോമ്പൗണ്ട്. ഇത്രയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കാർബൺ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഉണ്ട് എന്ന് കിട്ടും. ഇനി ഇതേപോലെ എന്തും കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ കണ്ടുപിടിക്കണ്ടേ? അതിൻ്റെ ഇക്വേഷൻ പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജൻ. ഇതാ ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനെ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ H2 ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് അല്ലേ? അപ്പൊ അതിന്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഇവിടെ നമ്മൾ m2 എടുത്തോണ്ട് നമുക്ക് ഇവിടെ m1 എടുക്കാം. m1 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇവിടെ നമ്മൾ കാർബൺ ഡയോക്സൈഡിന്റെ മോളിക്കുലാർ മാസ്. അപ്പൊ ഹൈഡ്രജൻ ആകുമ്പോൾ നമ്മൾ എന്തിന്റെ മോളിക്കുലാർ മാസ് എടുക്കുക? വാട്ടറിന്റെ. അത് എത്ര? 18 ഇൻറ്റു m. 2 ഹൈഡ്രജന്റെ മാസ്, m1 മാസ് ഓഫ് വാട്ടർ. m1 എന്ന് പറയുന്ന മാസ് ഓഫ് വാട്ടർ. ഇവിടെ കാൽസ്യം ക്ലോറൈഡ് ആദ്യം 1 gram ആയിരുന്നു. വാട്ടറിനെല്ലാം അബ്സോർബ് ചെയ്തതിന് ശേഷം അതിന്റെ മാസ് കൂടി 1.2 gram ആയി. അപ്പൊ എത്ര ഗ്രാം വാട്ടർ വന്നു? 0.2 gram. അതാണ് m1. 100 ഓക്കെ, 100% ആണ്. ഡിവൈഡ് ബൈ 18. 18 എവിടെ നിന്നാണ്? വാട്ടറിന്റെ മോളിക്കുലാർ മാസ് അല്ലെ? 2 into 1 plus 16 18 into m എന്താ? മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഒക്കെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് കാർബണും പെർസെൻറ്റേജ് ഓഫ് ഹൈഡ്രജനും കിട്ടും. വളരെ സിമ്പിൾ അല്ലേ? അപ്പം ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഫോക്കസ് ഏരിയയിൽ പഠിക്കാൻ. ശരിക്കും ആണെങ്കിൽ നൈട്രജൻ്റെ മാത്രമല്ല ഓക്സിജൻ്റെ, സൾഫറിൻ്റെ, ഹാലജൻസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഫോക്കസ് ഏരിയയിൽ നമ്മൾ ഇത്രയും മാത്രമേ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി, അതായത് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ചാപ്റ്റർ 12 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ 2 പാർട്ടായിട്ട് നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അടുത്ത ചാപ്റ്റർ ഹൈഡ്രോ കാർബൺസും കൂടി ഞാൻ ഇതുപോലെ വീഡിയോ ഇടുന്നതായിരിക്കും. ഇത് കൂടാതെ നിങ്ങൾക്ക് ഈ +1 കെമിസ്ട്രിയിലെ ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അതേപോലെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ആ ചാപ്റ്ററിൻ്റെ ക്ലാസ്സും ഞാൻ ഇതേപോലെ ഫോക്കസ് ഏരിയ ബേസിന് മാത്രമായിട്ട് വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റു കുട്ടികൾക്കും കൂടെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, അതായത് വോയിസ് ക്ലിയർ ഇല്ല, ബോർഡ് ക്ലിയർ ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കുറച്ചും കൂടെ മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.